അപ്പോൾ നമ്മൾ സ്ഥിരം പരിപാടി കേട്ടാ ഉണക്കമീൻ കുത്തിക്കാച്ചിയത്. അപ്പോഴേ നാട്ടിൽ നിന്ന് കൊടുത്തിട്ട് ഉണക്കമാന്തൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. 6 ഉണക്കമാന്തൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ഉണക്കമാന്തൽ ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഉണക്കമാന്തൽ വെച്ചിട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ. ഏത് ഉണക്കമീനായാലും കുഴപ്പമില്ല, സ്രാവായാലും കുഴപ്പമില്ല, ഉണക്കച്ചെമ്മീനായാലും കുഴപ്പമില്ല, മുള്ളനായാലും കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഉണക്കമാന്തൽ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. പിന്നെ നല്ലൊരു വെളിച്ചെണ്ണ പരിചയപ്പെടുത്തി തരാട്ടാ. നാച്ചുറൽ ഡേയിൽ ഇവരുണ്ടല്ലോ കൊപ്ര നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടെ വെച്ചിട്ട് UAE വെച്ചിട്ട് ചക്കിലാട്ടി എടുക്കാൻ കേട്ടോ. UAE എല്ലായിടത്തും ഡെലിവറി ഉണ്ട്. അവരെ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ പേജിലൊന്ന് കയറി നോക്കിയാൽ മതി. ഞാൻ താഴെയും കൊടുക്കാം. അപ്പോഴേ ഈ വക ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണല്ലേ വേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10-12 ചുവന്നുള്ളി, ഒരു ചെറിയ സവാള പൊടിയായിട്ട് എരിഞ്ഞത്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയും ചുവന്നുള്ളിയൊക്കെ ഒന്ന് വേണ്ട കഴിഞ്ഞാൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും ചതച്ച മുളകും പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് അതിൻ്റെ പച്ചമണൊക്കെ പോയതിനു ശേഷം കുറച്ച് വാളംപുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചിട്ടേ ഒന്ന് തിളപ്പിച്ചെടുക്കാട്ടാ. എന്താ പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കമാന്തലും ചതച്ച് ചേർക്കണം. ഞാൻ പൊട്ടിച്ചിട്ടാണ് ചേർക്കണം. സാധാരണ എൻ്റെ അമ്മയൊക്കെ അമ്മിക്കല്ലിട്ട് ചതച്ച് ചേർത്തിട്ട് 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുത്താൽ നമ്മുടെ ഉണക്കമീൻ കുത്തിക്കാച്ചിയത് സെറ്റ് ആയിട്ടുണ്ട്. ഈ പച്ചക്കറി കൂട്ടാണല്ലോ, പരിപ്പും മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ട് വെച്ച് പച്ചക്കറി കൂട്ടാൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ.